ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഒറ്റയ്ക്ക് തിരുപ്പൂരിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ്. മാസ്കൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളതെങ്കിലും കുറേ പേരൊക്കെ തിരിച്ചറിഞ്ഞു. അതിലൊരാൾ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ശിശിരയല്ലേ എന്ന് പറഞ്ഞിട്ട്. അയാളാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാവേ, ഇയാൾ. എന്തായാലും സ്നേഹമുള്ള ആളായിരുന്നു. സീറ്റൊക്കെ പിടിച്ചു തന്നു കേട്ടോ. തിരുപ്പൂരെത്തി, ബുക്ക് ചെയ്ത് റൂമൊക്കെ കിട്ടി. റൂമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം കണ്ണനെയും കൂട്ടിയിട്ട് ഓരോരോ സെൻറ്ററുകൾ കയറി ഇറങ്ങി, കുറേ ഹോൾസെയിൽ കടകളൊക്കെ കയറി ഇറങ്ങി, ഒരുപാട് ഗോഡൗണുകളൊക്കെ കണ്ടു. ഒരുപാട് ക്വാളിറ്റിയും പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഇന്നർ വെയേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ റിസർച്ച് നടത്തി. അങ്ങനെ അവിടുന്ന് കുറേയൊക്കെ ഐറ്റംസ് കിട്ടി. അവരത് കൊറിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു വലിയൊരു ജട്ടികളുടെ കൂമ്പാരത്തിൽ പെട്ട പോലെ. പിന്നെ നക്കിത്തളച്ച് ഇലയൊക്കെ വിശപ്പ് മാറ്റി. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ റീലൊക്കെ കണ്ട് അവിടെ കുത്തിയിരുന്നു. പിന്നെ നല്ല രസമുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോലെ ഒന്നുമല്ല. അവിടെയൊക്കെ എല്ലാവരും നിലത്തും ഒക്കെ കിടന്നുറങ്ങും. എത്ര മണ്ണുള്ളെടുത്തും അവർ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങുന്നൊക്കെ കണ്ടു. ഇത് കണ്ടു, ഒരുപാട് പേര് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നത്. എന്ത് സുഖമായിട്ടാണ് അവർ ഉറങ്ങുന്നതെന്നറിയോ. അപ്പോൾ നമ്മളുടെ ട്രെയിൻ വരാൻ സമയമായി. എന്നെ ലേഡീസിൽ കയറ്റി വിട്ടിട്ട് അവൻ ജനറലിൽ പോയി കയറിയിട്ടുണ്ട്. എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, സുജി. അതാണ് കേട്ടോ ഉള്ളത്. സുജി തമിഴാണ്, മലയാളം അത്ര മനസ്സിലാവുമൊന്നുമില്ല. എന്നാലും ഞാൻ സംസാരിച്ച് അതിന് കൊന്നു എന്ന് പറയാം. എന്നിട്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ നിലത്താട്ടോ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് മാറിയിരുന്നിട്ട് നല്ല നല്ല സീനൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്ത് ഭംഗിയല്ലേ കാണാൻ. കുറേയൊക്കെ ആസ്വദിച്ചു. രാവിലത്തെ സമയമായതുകൊണ്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഞ്ഞൊക്കെ മൂടിയിട്ട് ഇലകളിലൊക്കെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കൊക്കൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നു. നല്ല രസമുണ്ട്. പാലക്കാടൊക്കെ എത്തുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ പാടങ്ങൾ. നമ്മളെ നാട്ടിലൊക്കെ ഈ കാഴ്ച ഉണ്ടോ? എന്ത് രസമാണ്. ശരിക്കും ഈ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ അനുവദിച്ച് ഈ കണ്ണൊക്കെ തന്ന, അല്ലെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത, എത്ര ഭംഗിയിൽ നിർമ്മിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള യൂണിവേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അല്ലേ. അത്രയും മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ഷൊർണൂരെത്തി. ഇവിടെയാണ് കണ്ണൻ ഇറങ്ങേണ്ട സ്ഥലം. വന്ന് എന്നെ കണ്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു സംഭവം ഉണ്ടായി. എത്രയോ നേരം ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഉണ്ടെന്നൊക്കെ വിചാരിച്ച ഞാൻ ഇത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഷൊർണൂർ എത്തിയപ്പോൾ ഉണ്ട് ഫുൾ ആണുങ്ങളൊക്കെ കയറുന്നു. അത് ലേഡീസ് അല്ല, എല്ലാവർക്കും കയറാമെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അത് ലേഡീസ് അല്ല എന്ന്. കണ്ണൻ വന്നു, പോകാൻ നോക്കുകയാണ്. അവൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ പോകുന്നത്. ഞാനും അവൻ്റെ വീഡിയോ എടുത്തു. എന്തോ സങ്കടമുണ്ട് പോകുന്നതിൽ. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒത്തിരി കാര്യം എൻ്റെ കൂടെ നിന്ന്, എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര ബ്ലെസ്ഫുള്ളാണ് അവന്. ഒത്തിരി എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അവനെ കരുതുന്നത്. ടാറ്റയൊക്കെ തന്നിട്ട് പിരിഞ്ഞു. എൻ്റെ പൊന്നോ, നോക്കിക്കേ എന്നാ ഭംഗിയാണ്. സൂര്യനൊക്കെ പതിയെ ഉദിച്ചു വന്നു. ആ സൂര്യകിരണങ്ങൾ ഇങ്ങനെ വരുമ്പം ഫുൾ ടോട്ടലി ചേഞ്ച് ആവും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ കളറ്, ഗ്ലൈസിങ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സൂര്യൻ്റെ കിരണങ്ങൾ, സ്വർണ്ണക്കിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കവികൾ വാഴ്ത്തുന്നത് ശരിക്കും അർത്ഥവത്തായിട്ട് തന്നെയാണ്.
സൂപ്പറായിട്ടുണ്ട് ഈ സീനൊക്കെ. ഇതൊക്കെ എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കുക, നോക്കിക്കേ നമ്മുടെ നാടിൻ്റെ ഭംഗി. ഓഫ്, ശരിക്കും നമ്മളിവിടെയൊന്നും പാടങ്ങളേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നെല്ലൊന്നും ഞാൻ അടുത്ത് കണ്ടിട്ട് വരില്ല. ഇത് നെല്ലൊക്കെ വിളഞ്ഞിട്ട് വേണം അവിടേക്ക് ഒന്ന് ഇറങ്ങാൻ, ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാ. പിന്നെ ട്രെയിന് തലശ്ശേരി എത്തിയപ്പോൾ ശ്രാവണും സിദ്ധുവും സുബിനും എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ടയേർഡാടാന്ന് പറഞ്ഞപ്പം എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കുറച്ചു നേരം തട്ടിയൊക്കെ തന്നു, പാട്ടൊക്കെ പാടി എന്നെ ഉറക്കാനൊക്കെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, എന്നെ ഉറക്കി അവൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എണീറ്റിട്ട് അവന് ശരിക്കും രണ്ടുപേരും ഉറങ്ങിപ്പോയി.